പ്രമുഖ നടന്മാർക്കെതിരെ പീഡന ആരോപണവുമായി നടി മിനു മുനീർ. മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണം. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയും ആരോപണമുണ്ട്. ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്നാണ് നടിയുടെ ആരോപണം. രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. രേഷ്മ, ഗുരുതരമായ ആരോപണങ്ങൾ ഒന്നല്ല രണ്ടല്ല, നിരവധി നടന്മാരെക്കുറിച്ച് യുവനടനടക്കം ഈ മിനുവിൻ്റെ പരാതിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ ഒരു കാര്യം. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ ആരോപണങ്ങൾ, പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയല്ലേ? രജനി, പ്രമുഖ നടന്മാർക്കെതിരെയാണ് ഇപ്പോൾ നടി ആയിട്ടുള്ള മിനു മുനീർ രംഗത്തെത്തിയിരിക്കുന്നത്. മണിയൻപിള്ള രാജു, ഇടവേള ബാബു, അതോടൊപ്പം തന്നെ മുകേഷ്, ജയസൂര്യ എന്നിവർ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിച്ചു എന്നാണ് മിനു മുനീർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അവർ ഇന്നലെ രാത്രി ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. 2013 ഈ സംഭവങ്ങൾ ആരംഭിക്കുന്നത്. ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ജയസൂര്യ തന്നെ കടന്നു പിടിച്ചതെന്നാണ് മിനു മുനീർ പറയുന്നത്. അതായത് ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ജയസൂര്യ പിന്നിലൂടെ വന്ന് കടന്നു പിടിക്കുകയും കഴുത്തിൽ ചുംബിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ താൻ ഇതിന് വഴങ്ങിയില്ലെന്നും നടി പറയുന്നു. ഇപ്പോൾ കഴക്കൂട്ടത്ത് നിന്നും കാണാതായ കുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് കാണുകയാണ്. मुझे नहीं पता और कुछ नहीं. वो बोल रहा है बेटी क्या है, बेटा क्या है, बेटा क्या काम कर रहा है, मैं क्या काम करूँ, वो मेरे हस्बैंड क्या काम कर रहा है, किस लिए आया वो पूछ रहा है. बेटी मिला का बाद കഴക്കൂട്ടത്ത് നിന്നും കാണാതായ കുട്ടിയെ വിശാഖപട്ടണത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടിയെ ഇപ്പോൾ തിരിച്ച് നാട്ടിൽ ഇന്നലെ രാത്രി എത്തിച്ചു. ഇപ്പോൾ CWCയുടെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ് കുട്ടി. മാധ്യമങ്ങളെ കാണുകയായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ. രേഷ്മയിലേക്ക് തന്നെ പോവുകയാണ്. രേഷ്മ, തുടർന്നോളൂ. രജനി, ഈ കലണ്ടർ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ചാണ് ഈ ഹോട്ടലിൽ വെച്ചുകൊണ്ട് മുകേഷ് മിനുവിനെ കടന്നു പിടിച്ചത്. എന്നാൽ താൻ ഇതിന് വഴങ്ങില്ലെന്നും മിനു പറയുന്നുണ്ട്. പലതവണ ഫോണിലൂടെ വിളിച്ച് അശ്ലീല സംഭാഷണം നടത്തി. പിന്നീട് താൻ അമ്മയിൽ അംഗത്വം എടുക്കാൻ നേരത്തെ ഇടവേള ബാബു ലൈംഗിക ചുവയോടെ സംസാരിച്ചു. അംഗത്വം എടുക്കണമെങ്കിൽ താൻ സഹായിക്കാം, ഒപ്പം തന്നെ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങണമെന്നുള്ളതായിരുന്നു ഇടവേള ബാബുവിന്റെ ആവശ്യം. സമാനമായിട്ടുള്ള ആവശ്യം തന്നെയായിരുന്നു മണിയൻപിള്ള രാജുവും ഉന്നയിച്ചത്. മുകേഷ് ഇതിനു ശേഷം പിന്നീട് ഫോണിൽ വിളിച്ചുകൊണ്ട് നടിയോട് പറഞ്ഞത് അമ്മയിൽ അംഗത്വമൊക്കെ എടുക്കാം, ആ അംഗത്വം എടുക്കാനായിട്ട് അപേക്ഷ നൽകുന്ന കാര്യം താൻ അറിയാതെ ഒന്നും മുന്നോട്ട് പോകത്തില്ല, അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങണമെന്നുള്ളതായിരുന്നു. പിന്നീട് ഇതിനെ എതിർത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നും നടി പറയുന്നുണ്ട്. എന്തായാലും അമ്മയിൽ തന്നെ അംഗത്വം എടുക്കുന്നതിലടക്കം മുകേഷ് ഇടപെട്ടുകൊണ്ട് ആ അപേക്ഷ തള്ളിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പരിശോധിച്ചപ്പോഴാണ് തനിക്ക് മനസ്സിലായത് തന്നെ നേരത്തെ കടന്നു പിടിച്ച ആളുകളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ച നടന്മാരൊക്കെ തന്നെയാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മയിൽ തനിക്ക് അംഗത്വം ലഭിക്കില്ല എന്ന് ബോധ്യമായെന്നും മിനു മുനീർ പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം താൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി വിടുകയാണ്. കാരണം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കിടക്ക പങ്കിടാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇവിടെ നിലകൊള്ളുവാൻ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി താൻ തമിഴിലേക്ക് കളം മാറ്റി ചവിട്ടുകയായിരുന്നു. പിന്നീട് അവിടെയായിരുന്നു കൂടുതൽ സിനിമകൾ ചെയ്തത്. അവസരങ്ങൾ പലതും നഷ്ടപ്പെടുത്തിയതും ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയാണെന്നും മിനു മുനീർ ഉന്നയിക്കുന്നുണ്ട്. മണിയൻപിള്ള രാജുവിനെതിരെയും അതോടൊപ്പം തന്നെ ജയസൂര്യ, മുകേഷ്, ഇടവേള ബാബു എന്നിവർക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർമാരായിട്ടുള്ള വിച്ചു, നോബിൾ തുടങ്ങിയവർക്കെതിരെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇവർ ഉപദ്രവിച്ചതായിട്ടുള്ള ആരോപണവും നടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും താൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് മിനു വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് തനിക്ക് ഇത് കൂടുതലായിട്ട് പറയാനായിട്ടൊരു ധൈര്യം ഉണ്ടായത്. 2013 ഈ സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് തന്റെ സുഹൃത്തായ മറ്റൊരു നടിയുമായിട്ട് ഈ വിഷയം പങ്കുവച്ചിരുന്നു. ഗായത്രി വർഷിയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നതാണ്. മറ്റു പലരോടും പറയാനും ശ്രമിച്ചിരുന്നു. പക്ഷേ തനിക്ക് പിന്നീട് ഈ സിനിമ രംഗം തന്നെ
തന്നെ വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഈ മോശം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണെന്നും മിനു മുനീർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിയമപരമായിട്ട് പരാതി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് മാധ്യമങ്ങളോട് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ മണിയൻപിള്ള രാജു പറഞ്ഞിട്ടുള്ളത് പണത്തിന് വേണ്ടിയും മറ്റും പലരും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നാണ്. അതിനും കൃത്യമായിട്ടുള്ള മറുപടി മിനു മുനീർ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് താൻ വെൽ സെറ്റിൽഡ് ആണ്, അതുകൊണ്ട് തന്നെ പണത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ആരോപണം തനിക്ക് ഉന്നയിക്കേണ്ട സാഹചര്യമില്ല. പലതവണ ഇത്തരത്തിൽ ലൈംഗിക ചുവയോട് സംസാരിക്കുകയും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മണിയൻപിള്ള രാജുവിനോടൊപ്പം ഭാര്യയായിട്ടാണ് സിനിമയിൽ അഭിനയിച്ചത്. അത് പിന്നീട് ഈ അഭിനയത്തിന് പുറമെ അത് യാഥാർത്ഥ്യം എന്നുള്ള രീതിയിൽ സിനിമയ്ക്ക് പിന്നിലും അഭിനയിക്കണം, ആ രീതിയിലേക്ക് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിലായിരുന്നു താൻ അതിനെ എതിർത്തത്. എന്തായാലും പലതവണ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായെന്നും മിനു മുനീർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിയമ നടപടിക്ക് രേഷ്മ, ഇവിടെ മിനു പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം 3 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അമ്മയിൽ അംഗത്വം ലഭിക്കും. പക്ഷെ നേരത്തെ അംഗത്വത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ മിനുവിന് ഉണ്ടായത്. ഇതിനുശേഷം പിന്നെയും അമ്മ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇടവേള ബാബു കാണിച്ചതും അതേ തരത്തിൽ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളും. രജനി ആദ്യഘട്ടങ്ങളിൽ തന്നെ ഏകദേശം 6ഓളം സിനിമകളിൽ അഭിനയിച്ച സമയത്ത് തന്നെയാണ് അമ്മയിൽ അംഗത്വത്തിനായിട്ട് മിനു മുനീർ അപേക്ഷ നൽകുന്നത്. ഈ നേരത്തെ മുകേഷിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായതിനു ശേഷമായിരുന്നു ഈ അപേക്ഷ നൽകിയത്. അതിനുശേഷം ഇടവേള ബാബു തന്നോട് പറഞ്ഞത് അംഗത്വം തരണമെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്കും ഒത്തുതീർപ്പുകൾക്കും തയ്യാറാകണമെന്നുള്ളതാണ്. എന്നാൽ താൻ അതിനെ എതിർക്കുകയായിരുന്നു. പിന്നീടാണ് മുകേഷ് ഇടപെട്ടുകൊണ്ട് ഈ അപേക്ഷ തള്ളിയ ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, അന്ന് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് മണിയൻപിള്ള രാജുവും ജയസൂര്യ അടക്കമുള്ളവരാണ്. ഇവരും തന്നോട് ലൈംഗികപരമായിട്ട് അതിക്രമം നടത്തിയവരാണ്. അതുകൊണ്ട് തന്നെ അമ്മയിൽ അംഗത്വം തനിക്ക് കിട്ടാനായിട്ട് യാതൊരു ചാൻസും ഇല്ലെന്ന് ഇവർക്ക് വ്യക്തമാവുകയും ചെയ്തിരുന്നു. എന്തായാലും അമ്മ താരസംഘടനയിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു സമീപനമോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമോ ഉണ്ടാകില്ല എന്ന് തനിക്ക് അന്ന് തന്നെ ബോധ്യമായെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ ഇത്തരത്തിൽ പരാതികൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് തനിക്ക് നേരത്തെ ഉണ്ടായ ദുരനുഭവങ്ങൾ കൂടി അവർ പുറത്തു പറഞ്ഞത്. മാത്രമല്ല, മുകേഷ് എന്നുള്ള രാഷ്ട്രീയക്കാരന്റെ കപടമുഖം തിരിച്ചറിയണമെന്നുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ അത്തരമൊരു പരാമർശം കൂടി നടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രമുഖ നടന്മാർ കൂടി പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് ഇവർ കടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. എന്തായാലും ആദ്യം ശ്രീലേഖ മിത്ര അന്യ സംസ്ഥാനത്തെ ബംഗാളി നടിയാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചത്. അതിനുശേഷം രേവതി സമ്പത്ത്, സോണിയ, ഇപ്പോൾ മീനു. ഇനിയും എത്ര പേര് ഉണ്ടാകും, എത്ര വേട്ടക്കാരുണ്ട് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് പരാതിയുമായിട്ട് രംഗത്തെത്തുന്നത്. പ്രമുഖ നടന്മാർക്കെതിരെയാണ് പീഡന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. വിശദമായ റിപ്പോർട്ടാണ് രേഷ്മ ബാബു നൽകിക്കൊണ്ടിരുന്നത്.